നമസ്കാരം, ഞാൻ ജോയ്. പണ്ട് ഒരു സിനിമാ ഹാളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കാനായിട്ട് പ്രയാസമാണ്. പറഞ്ഞ് ലേശം അതിശയോക്തിയൊക്കെ കടന്നുകൂടിയിട്ടുണ്ടാവും ആ കഥയിൽ. പക്ഷേ ഇത് സത്യത്തിൽ സംഭവിച്ചതാണ്. ഫ്രാൻസിലാണ് നടന്നത്. ഹാൾ തുറക്കുന്നു, ആളുകൾ അകത്തേക്ക് കടക്കുന്നു, കതകുകൾ അടയുന്നു, വിളക്കുകൾ അണയുന്നു, തിരശ്ശീല തെളിയുന്നു. അതാ വരുന്നു ഭീമാകാരനായ ഒരു തീവണ്ടി പുകതുപ്പിക്കൊണ്ട് ഒരു ഭൂതം പോലെ ഭീമാകാരനായ ആ തീവണ്ടി തിരശ്ശീലയുടെ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. ദൈവമേ രക്ഷിക്കണേ! ചിലർ ഭയപ്പെട്ട് ഉറക്കെ നിലവിളിച്ചു പോകുന്നു. വേറെ ചിലർ തീവണ്ടി തട്ടി ചാവാതിരിക്കാനായിട്ട് തിയേറ്ററിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മറ്റു ചിലർ ബോധം കെട്ട് വീഴുന്നു. വെറുതെ അല്ല അവരങ്ങനെ പേടിച്ചത്. ആദ്യമായിട്ടായിരുന്നു വെള്ളിത്തിരയിൽ ഓടി വരുന്നൊരു തീവണ്ടി അവർ കാണുന്നത്. ലൂമിയർ ബ്രദേഴ്സിൻ്റെ ആദ്യകാല സിനിമകളിൽ ഒന്നായിരുന്നു അത്. ദി അറൈവൽ ഓഫ് എ ട്രെയിൻ അറ്റ് ലാ കോയ്താത്ത് സ്റ്റേഷൻ എന്നാണ് സിനിമയുടെ പേര്. യാത്രക്കാർ കാത്തു നിൽക്കുന്ന ലസ്യൂത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ വരുന്നു, അത്രയേ ഉള്ളൂ. യാത്രക്കാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് സിനിമയിലുള്ളത്. ലോങ് ഷോട്ടിലുള്ള ഈ ദൃശ്യത്തിൽ ട്രെയിൻ ദൂരെ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഓടി മുന്നോട്ട് വരുന്നു. അതിൻ്റെ ട്രെയിനിൻ്റെ മുൻഭാഗം ഫ്രെയിമിന് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ തിരശ്ശീലയ്ക്ക് പുറത്തേക്ക് നമ്മുടെ ദേഹത്തേക്ക് വന്ന് വീഴുമോ എന്ന് തോന്നുന്നു. ഒരു പക്ഷേ അതുകൊണ്ടാവണം ആളുകൾ ഇത്രയും പരിഭ്രാന്തരായത്. സംഭവം നടന്നത് 1896 അതുവരെ ഉണ്ടായിരുന്ന നിശ്ചല ചിത്രങ്ങൾ ഒന്ന് ചലിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർ അതുമായിട്ടങ്ങനെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ആളുകൾ നടക്കുന്നു, തോട്ടക്കാരൻ ചെടികൾ നനയ്ക്കുന്നു, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു, ചെറിയ ബോക്സിങ് നടത്തുന്നു, അതെല്ലാം ശരി. പക്ഷേ ഒരു ട്രെയിൻ തന്നെ ഓടിക്കാമെന്ന് വെച്ചാൽ കാണുന്നവർക്ക് താങ്ങാനാവില്ല. അവർ എഴുന്നേറ്റ് ഓടുക തന്നെ ചെയ്തു. ആദ്യ പ്രദർശനത്തിലെ കാഴ്ചക്കാർക്കാണ് അങ്ങനെ ഒരു അമളി പറ്റിയത്. എന്തായാലും സിനിമയിൽ ആദ്യം കുതിരകൾ ഓടുന്നതും ആളുകൾ നടക്കുന്നതും തുമ്മുന്നതും ഒക്കെ കണ്ട് രസിച്ച പ്രേക്ഷകർ തന്നെയാണ് മറ്റൊരു പ്രദർശനത്തിൽ പൊടുന്നതിന് തങ്ങൾക്ക് നേരെ ഒരു കൂറ്റൻ ട്രെയിൻ പാഞ്ഞു വരുന്നത് കണ്ട് ഭയന്ന് നിലവിളിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോകുന്നത്. ചലനചിത്രങ്ങൾ യാഥാർത്ഥ്യത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സിനിമയുടെ ചലനം തന്നെ മിഥ്യയാണ്, പക്ഷേ അത് യഥാർത്ഥമാണ്. നമ്മുടെ ജീവിതം പോലെ തന്നെ യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്നു. ഡിജിറ്റലൈസേഷനിലെത്തി ഇന്നും തിരശ്ശീലയിൽ ജീവൻ വയ്ക്കുന്ന ചിത്രങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ കരയിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, ആവേശഭരിതരാക്കുന്നു. മുമ്പ് കേട്ട ഒരു സംഭവം ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഒരിക്കൽ നടികർ തിലകം ശിവാജി ഗണേശൻ്റെ ഒരു കണ്ണീർ പടം കണ്ട് തിയേറ്ററിലിരുന്ന് കാറിക്കരഞ്ഞ സുഹൃത്തിന് കൂടെ ഇരുന്ന് ഒപ്പം കരഞ്ഞ ഒരു ചങ്ങാതി പടം കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ കണ്ണൊക്കെ തുടച്ച് വളരെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിക്കുകയാണ്. എടാ, നമ്മൾ ഇത്രയ്ക്കൊന്നും കരയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊക്കെ ഈ ശിവാജിയുടെ അഭിനയം എന്ന്. നമ്മുടെ ജീവിതത്തോട് ഇത്രയ്ക്ക് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കലാരൂപമില്ല എന്ന് തന്നെ പറയാം. സിനിമയിലാണ്, സ്ക്രീനിലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഡിജിറ്റൽ സിനിമയുടെ കാലത്ത് പോലും നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത്. രസകരവും യഥാർത്ഥവുമായ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് തന്നെ പോകാം. ദ ജോയ് ഓഫ് സിനിമയിലേക്ക് സ്വാഗതം. സാക്ഷാൽ എഡ്വേർഡ് മൈബ്രിഡ്ജ് ഓടിച്ച കുതിരയുടെ കുളമ്പിടി കേട്ട് ഉണർന്നു വന്നവരുടെ കൂട്ടത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ രാജാവായ തോമസ് ആൽവ എഡിസൺ തന്നെയായിരുന്നു മുന്നിൽ. ചലനചിത്രം അദ്ദേഹത്തെ ആകർഷിച്ചു. തൻ്റെ ഫോണോഗ്രാഫ് എന്ന ഓഡിയോ യന്ത്രത്തിന് അനുയോജ്യമായ ഒരു വിഷ്വൽ യന്ത്രം കൂടി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സമയമായിരുന്നു അത്. എഡിസൺ തൻ്റെ ലാബറട്ടറിയിൽ ജോലി ചെയ്യുന്ന വില്യം കെന്നഡി ഡിക്സൺ എന്ന ആളെയാണ് അക്കാര്യം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മൈബ്രിഡ്ജിൻ്റെ സൂപ്പറാക്സിസ്കോപ്പിനേക്കാൾ മികവാർന്ന ഒരു പ്രോജക്ടറാണ് അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് എഡിസണും ഡിക്സണുമായി ചേർന്ന് 1892 കിനറ്റോസ്കോപ്പ് എന്നൊരു പ്രോജക്ടർ വികസിപ്പിച്ചെടുക്കുന്നത്. അതോടെ ചലനചിത്രത്തിൻ്റെ കുറേ കൂടി വ്യക്തമായ ഒരു പീപ്പ് ഹോൾ ദൃശ്യം അവർ സാധ്യമാക്കുകയാണ്. ഇലക്ട്രിക് ബൾബിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലൂടെ ഒരു കഷണം ഫിലിം കടത്തി വിട്ടുകൊണ്ടാണ് അവരത് സാധ്യമാക്കുന്നത്. കണ്ടവർക്കൊക്കെ സംഭവം അത്ഭുതമാകുന്നു, ഇഷ്ടപ്പെടുന്നു. ഈ പുതിയ കണ്ടുപിടുത്തം കൂടുതൽ ജനപ്രിയമായി നിലനിർത്താനായിട്ട് എഡിസന് നിരന്തരമായി അത്തരം ചെറിയ ചിത്രങ്ങൾ ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യമായി മാറുന്നു. അതിനുവേണ്ടി ഒരു മോഷൻ പിക്ചർ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ തന്നെ അദ്ദേഹം തുടങ്ങുകയാണ്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ
വെസ്റ്റ് ഓറഞ്ച് എന്ന സ്ഥലത്ത് 1892 ഡിസംബറിലാണ് അത് സ്ഥാപിക്കുന്നത്. ബ്ലാക്ക് മരിയ എന്ന് പേരിടുന്നു. അത് ലോകത്തെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോയായി കണക്കാക്കപ്പെടുന്നു. ഈ സ്റ്റുഡിയോയിൽ ആദ്യമായി നിർമ്മിച്ച ചിത്രമാണ് പ്രശസ്ത ഫ്രെഡ് ഡോഡ്സ് സ്നീസ്, അല്ലെങ്കിൽ എഡിസൺസ് കിനോട്ടോസ്കോപ്പിക് റെക്കോർഡ് ഓഫ് എ സ്നീസ്. ഇത് ബ്ലാക്ക് മരിയ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഫോട്ടോഗ്രാഫറായിരുന്ന വില്യം കെന്നഡി ഡിക്സനാണ് ഇത് ചെയ്തത്. ഒരു അസിസ്റ്റൻ്റായിരുന്ന ഫ്രെഡ് ഡോട്ട് എന്ന മനുഷ്യനെ കൊണ്ട് ചിത്രത്തിന് വേണ്ടി പൊടി മൂക്കിൽ അയച്ച് കയറ്റി തുമ്മിക്കുകയായിരുന്നു. 5 സെക്കൻഡാണ് ആ ചലനചിത്രത്തിൻ്റെ ദൈർഘ്യം. അത് കണ്ടും ആളുകൾ അന്തം വിടുകയാണ്, രസിക്കുകയാണ്. ആ തുമ്മൽ എന്നൊരു ചലനചിത്രം പണം കൊടുത്ത് കണ്ടത് 100 കണക്കിന് ആളുകളാണ്. സിനിമ കോപ്പി അടിക്കാനുള്ള സാധ്യത കണ്ട് ഭയന്നാണോ എന്നറിയില്ല, ലോകത്താദ്യമായി കോപ്പിറൈറ്റ് ചെയ്യുന്ന സിനിമ കൂടിയാണ് ഫ്രെഡ് ഡോട്ട് സ്നീസ്. 1893 ദ ബ്രൂക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് തൻ്റെ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച കിനറ്റോസ്കോപ്പ് ചിത്രങ്ങളുടെ ആദ്യത്തെ പബ്ലിക് സ്ക്രീനിങ് എഡിസൺ നടത്തുന്നത്. ദ ബ്ലാക്ക് സ്മിത്ത്സ് സീൻ എന്ന 40 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചിത്രമാണ് ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. അത് വില്യം ഡിക്സൺ സ്വയം നിർമ്മിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കാവുന്നൊരു ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കൂടുതൽ ചിത്രങ്ങൾ എഡിസൺ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടുമോ എന്നറിയാനായിട്ട് ഒട്ടേറെ കലാകാരന്മാർ സ്റ്റുഡിയോ അന്നൊക്കെ സന്ദർശിച്ചിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. ആളുകൾക്ക് അത് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം അന്നേ തുടങ്ങിയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നീടും ഡിക്സനെ തന്നെയാണ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ചിത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് തോമസ് ആൽവ എഡിസൺ ചുമതലപ്പെടുത്തുന്നത്. അത് വളരെ വിജയകരമായി തന്നെ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. മങ്കി ഷൈൻസ്, നെവാക്ക് അത്ലറ്റ്, മെൻ ബോക്സിംഗ്, ബ്ലാക്ക് സ്മിത്ത് സീൻ, ദ ബാർബർ ഷോപ്പ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം എഡിസൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നുണ്ട്. അന്നുണ്ടാക്കിയ ചിത്രങ്ങൾക്ക് 1 മിനിറ്റ് മാത്രമായിരുന്നു ശരാശരി ദൈർഘ്യം. 25 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 800 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി വരിയായി നിന്ന് ഓരോരുത്തരായി മാത്രം കണ്ട ചലിക്കുന്ന ചിത്രങ്ങളാണ് അവയൊക്കെ. കയ്യിൽ കാശുള്ളവർക്ക് മാത്രമേ അത് കാണാനായിട്ട് അന്ന് കഴിയുമായിരുന്നുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് അധികം ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്തായാലും കാണാൻ ഭാഗ്യമുണ്ടായവരെ അത് അത്ഭുതപ്പെടുത്തുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം കൂടുതൽ ചിത്രങ്ങൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ചലനചിത്രം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതുപോരാ എന്ന് പലർക്കും തോന്നാൻ തുടങ്ങുകയാണ്. നാടകമോ കച്ചേരിയോ മാജിക് ഷോയോ ഒക്കെ കാണുന്ന പോലെ ഒരേ സമയത്ത് കൂടുതൽ ആളുകൾക്ക് ചലനചിത്രവും കാണാൻ കഴിയണം. അപ്പോഴേ അത് ശരിക്കും ജനായത്തമായ രസകരമായ ഒരു കലാരൂപമായി മാറുകയുള്ളൂ. ചലനചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വിപ്ലവകരമായ ആശയമായിരുന്നു, ഒപ്പം വളരെ ആവശ്യമായിരുന്നു. അന്ന് രംഗത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ അത് ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. പലരും അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും തുടങ്ങിയിരുന്നു. ഒടുവിൽ ആദ്യം ലക്ഷ്യത്തിലെത്തുന്നത് ലൂമിയ ബ്രദേഴ്സാണ്. ദ ഫാദേഴ്സ് ഓഫ് സിനിമ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന സാക്ഷാൽ ലൂമിയ ബ്രദേഴ്സ്, അഗസ്റ്റസ് ലൂമിയ ആൻഡ് ലൂയി ലൂമിയ, ചേട്ടനും അനിയനും. ഇവിടെ അവരുടെ പിതാവിനെക്കുറിച്ച് 2 വാക്ക് പറയാതെ വയ്യ. കാരണം അദ്ദേഹത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും അതിർത്തി പ്രദേശമായ ബസൻകോണിൽ ഒരു ചെറിയ ഫോട്ടോ സ്റ്റുഡിയോയുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു അദ്ദേഹം. ഭാര്യയും 2 ആൺമക്കളും ഒരു മകളും അടങ്ങുന്നതാണ് ആ കുടുംബം. സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നു. പൊടുന്നനെയാണ് ആ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുന്നത്. നനച്ചിരിക്കാൻ നേരത്ത് പൊടുന്നതിന് യുദ്ധം തുടങ്ങുന്നു. 1870 ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. ആൻറ്റോയിനും കുടുംബവും ഫ്രാൻസിൻ്റെ കിഴക്കൻ അതിർത്തിയിലാണ് താമസം. അവിടെ തുടരുന്നത് റിസ്ക്കാണ്. തൻ്റെ കുടുംബത്തെ അപകടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായി അദ്ദേഹത്തിന് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ താരതമ്യേന സേഫായ ലിയോൺ എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം താമസം മാറ്റുകയാണ്. ജീവിതമാർഗമായ ഫോട്ടോ സ്റ്റുഡിയോയും വീടുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. കുടുംബം പട്ടിണിയാവാതിരിക്കാനായിട്ട് പുതിയൊരു മാർഗം കണ്ടെത്തണം. പക്ഷേ ഫോട്ടോഗ്രാഫി വിടാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ നിർമ്മിക്കുന്ന ഒരു ചെറിയ ബിസിനസ് അദ്ദേഹം വൈകാതെ ആരംഭിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ അന്നൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒരുതരം വെറ്റ് പ്ലേറ്റുകളാണ്. വെറ്റ് പ്ലേറ്റ് ഫോട്ടോഗ്രാഫി കൊളോഡിയൻ പ്രോസസ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റിൽ കൊളോഡിയൻ എന്ന പശ പോലുള്ള ദ്രാവകം പുരട്ടുന്നു. പിന്നെ ഈ പ്ലേറ്റ് സിൽവർ നൈട്രേറ്റിൽ മുക്കി ലൈറ്റ് സെൻസിറ്റീവ് ആക്കുന്നു.
ഫോട്ടോ എടുക്കാനായി പ്ലേറ്റ് ക്യാമറയിലേക്ക് കയറ്റി വയ്ക്കുന്നു. പിന്നെ എമൽഷനിൽ ചിത്രം പതിയാൻ വേണ്ട സമയം കണക്കാക്കി കുറച്ച് നിമിഷങ്ങൾ തുറന്നു വയ്ക്കുന്നു. വേഗം തന്നെ എന്ന് പറഞ്ഞാൽ എമൽഷൻ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ പ്ലേറ്റ് ഡെവലപ്പ് ചെയ്യുകയും വേണം. ഇതാണ് തുടക്കത്തിലുണ്ടായിരുന്ന വെറ്റ് പ്ലേറ്റ് ഫോട്ടോഗ്രാഫി. അന്ന് ഇത് ഫ്രാൻസിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാനായിട്ട്. അത്തരം പ്ലേറ്റുകളുടെ വിൽപ്പനയാണ് ചാൾസ് ആൻറ്റോയിൻ തുടങ്ങിയത്. മക്കളായ അഗസ്റ്റും ലൂയിസും പിതാവിൻ്റെ കച്ചവടത്തിൽ സഹായികളായി അദ്ദേഹത്തോടൊപ്പം കൂടുകയാണ്. 17കാരനായ ലൂയിസിന് അവരുടെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളുടെ നിർമ്മാണത്തിൽ പ്രത്യേക താല്പര്യവും വളരെ ശ്രദ്ധയും ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ രസതന്ത്രജ്ഞർ ഇതിനകം തന്നെ ഒരു പുതിയ തരം ഡ്രൈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒരു കെമിക്കൽ എമൽഷൻ കൊണ്ട് പൊതിഞ്ഞിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഡ്രൈ പ്ലേറ്റ് ജെലാറ്റിൻ പ്രോസസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് വെറ്റ് പ്ലേറ്റിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തരം ഫോട്ടോഗ്രാഫിക് പ്ലേറ്റാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 1871 ഡോക്ടർ റിച്ചാർഡ് എൽ മഡോക്സ് ആണ് ഇത് കണ്ടുപിടിച്ചത്. വൈകാതെ ഈ ഡ്രൈ പ്ലേറ്റ് സാങ്കേതികവിദ്യ ലൂയിസ് സ്വന്തം രീതിയിൽ കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് കുറേ കൂടി പരിഷ്കരിച്ച് ഒരു പുതിയ പ്ലേറ്റ് നിർമ്മിക്കുന്നു. ഉരുളക്കിഴങ്ങിൽ നിന്നെടുത്ത അന്നജം ഉപയോഗിച്ചാണ് ലൂയിസ് ഇത് സാധ്യമാക്കുന്നത്. ബ്ലൂ പ്ലേറ്റ് എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. പിന്നീട് ബ്ലൂ പ്ലേറ്റ് നിർമ്മാണം ബഹുകാമമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. വേഗം തന്നെ ലൂമിയർ കുടുംബം യൂറോപ്പിലെ ഫോട്ടോഗ്രാഫിക് മെറ്റീരിയലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറികളുടെ ഉടമയായി മാറുന്നു. ഈ ഘട്ടത്തിലാണ് തോമസ് ആൽവ എഡിസൺ പാരീസിൽ കിനറ്റോസ്കോപ്പ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1894 ജൂലൈ 16. അന്നത്തെ ഫോട്ടോഗ്രാഫർമാരും ചിത്രകാരന്മാരും ഒക്കെ അടങ്ങുന്ന ഒരുപാട് പേർ ആ അത്ഭുത യന്ത്രം കാണാനായിട്ട് അവിടെ ഒത്തുകൂടുന്നു. അതിലൊരാൾ ചാൾസ് ആൻറ്റോയിൻ ലൂമിയറാണ്. ചിത്രങ്ങളൊക്കെ കണ്ടു ഏറെ ഇഷ്ടവുമായി. പക്ഷേ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ചിത്രം കാണാൻ കഴിയുന്നുള്ളൂ എന്നതാണ് കിനറ്റോസ്കോപ്പിൻ്റെ പ്രശ്നം. എക്സിബിഷന് എത്തിയവരിൽ പലരും അത് തന്നെയാണ് പറഞ്ഞത്. ആ കാഴ്ച ശരിക്കും ഒരു അനുഭവമാവുന്നില്ല. ആ കാഴ്ച എല്ലാവർക്കും ഒന്നിച്ച് കാണാൻ സാധിക്കണം. ചലിക്കുന്ന ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതിയ ആശയമാണ്. കൂടുതൽ പ്രേക്ഷകർക്കായി ഒരു സ്ക്രീനിൽ ചിത്രങ്ങൾ പ്രോജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണം വികസിപ്പിക്കാൻ കഴിയുമോ എന്ന് മറ്റു പലരെയും പോലെ ചാൾസ് ലൂമിയറും അന്നു മുതലേ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു പുതിയ ക്യാമറ കണ്ടുപിടിക്കാനായി ശ്രമിക്കണമെന്ന് അദ്ദേഹം തൻ്റെ 2 മക്കളോടും ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, അത് വെറുതെ പറയുകയല്ല, വേണ്ട വിധം അതിന് ഫണ്ട് നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഏതാണ്ട് ഒരു വർഷത്തെ നിരന്തരമായ ശ്രമത്തിന് ശേഷം അവരതിൽ വിജയിക്കുകയാണ്. ലൂമിയർ സഹോദരന്മാരിൽ ലൂയിസാണ് സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. അതിന് 1895 തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ പാറ്റൻ്റ് ലഭിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫ് ഒരു 3-in-1 ഉപകരണമാണ്. അത് റെക്കോർഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പ്രോജക്റ്റ് ചെയ്യാനും ഉപയോഗിക്കാം. അടുത്ത് ചെന്ന് നോക്കിയാൽ അന്തം വിട്ടുപോകും. അത്ര സൂക്ഷ്മമാണ് സെറ്റപ്പ്. ക്യാമറയിലൂടെയും പ്രോജക്റ്റിലൂടെയും മുന്നോട്ട് നീക്കുന്നതിനായി ഫിലിമിന് ഒരു പെർഫറേഷൻ കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള പരിഷ്കരണം. പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ എന്നാണ് അർത്ഥം. ക്യാമറയുടെ അകത്തുള്ള പൽചക്രങ്ങളിൽ ഫിലിമിലെ ഈ സുഷിരങ്ങളിൽ കോർത്ത് കൈകൊണ്ട് തിരിച്ചാണ് ഫിലിം മുന്നോട്ട് നീക്കുന്നത്. ഫിലിമിൻ്റെ ഇരുവശത്തുമുള്ള ഈ ചെറു ദ്വാരങ്ങൾ നമുക്കെല്ലാം ഇപ്പോൾ വളരെ പരിചിതമാണ്. ഒരു സെക്കൻഡിൽ 16 ഫ്രെയിമുകൾ ഷട്ടറിലൂടെ കടന്നു പോകുന്നു എന്നതാണ് അതിൻ്റെ അന്നത്തെ ഒരു കണക്ക്. കൈകൊണ്ട് തിരിക്കുന്ന യന്ത്രമാണ്. പഴയ തയ്യൽ മെഷീൻ്റെ ഒക്കെ ഒരു മെക്കാനിസത്തിന് സമാനവുമായിരുന്നു അത്. എങ്കിലും ആധുനിക ഫിലിം പ്രോജക്റ്റിൻ്റെ ആദ്യ മാതൃകകളിലൊന്ന് ആണ് അതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഒരു കിടിലൻ കണ്ടുപിടുത്തം തന്നെയായിരുന്നു അത്. കൃത്യമായ സ്പീഡിൽ തിരിക്കാൻ കുറച്ച് അഭ്യാസമൊക്കെ വേണം എന്നത് മറ്റൊരു കാര്യമാണ്. എങ്കിലും ഇതാണ് പിന്നീട് വന്ന ക്യാമറകൾക്ക് മാതൃകയായത് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ സ്റ്റുഡിയോയിൽ മാത്രമേ മുമ്പത്തെ ക്യാമറ ഉപയോഗിച്ച് സിനിമ ചിത്രീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ലൂമിയർ ബ്രദേഴ്സിൻ്റെ സിനിമാറ്റോഗ്രാഫ് സ്റ്റുഡിയോയ്ക്ക് പുറത്തുള്ള ചിത്രീകരണവും സാധ്യമാക്കുന്നു. വലിയ ബുദ്ധിമുട്ട് കൂടാതെ എവിടേക്കും എടുത്തുകൊണ്ട് പോകാനാവും വിധം യന്ത്രത്തിൻ്റെ ഭാരം കുറയ്ക്കുക കൂടി ചെയ്തു എന്നതാണ് അതിൻ്റെ കാരണം. അതിനു മുമ്പുണ്ടായിരുന്ന മൈബ്രിഡ്ജിൻ്റെ സൂപ്രാക്സിസ്കോപ്പിനെയും തോമസ് ആൽവ എഡിസൻ്റെ കിനറ്റോസ്കോപ്പിനെയും ഒക്കെ ഈ കണ്ടുപിടുത്തം വഴി ലൂമിയർ ബ്രദേഴ്സ് മറികടക്കുകയായിരുന്നു. ചിത്രീകരണവും പ്രദർശനവും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ എളുപ്പമാക്കി. സിനിമാറ്റോഗ്രാഫി ഉപയോഗിച്ച് അവർ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം ദൈർഘ്യമുള്ള ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാക്കി.
ഉണ്ടാക്കുക മാത്രമല്ല ആ ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ ലോകമൊട്ടാകെ സംഘടിപ്പിക്കുകയും അതിന് വ്യാപകമായ പ്രചാരണം നൽകുകയും ചെയ്തു. സിനിമാറ്റോഗ്രാഫിൻ്റെ കണ്ടുപിടുത്തം വഴി അവർ ചലനചിത്രങ്ങൾ ഒരു വലിയ സ്ക്രീനിലേക്ക് പ്രോജക്റ്റ് ചെയ്യാനും അത് കൂടുതൽ ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് കാണാനും ആസ്വദിക്കാനും കഴിയും എന്ന് കണ്ടെത്തുകയായിരുന്നു. സ്ക്രീനിൽ കൂടുതൽ മികവാർന്ന രീതിയിൽ ചലനം ദൃശ്യമാക്കുകയും ഒറ്റയാളുടെ പീപ്പ് ഹോൾ കാഴ്ചയെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് വിപുലീകരിക്കുകയും ചെയ്തു. 1895 മാർച്ച് 22 പാരീസിലെ സൊസൈറ്റി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി നാഷണൽ ഇൻഡസ്ട്രിയിലെ 200ഓളം അംഗങ്ങൾക്കായി അവർ സിനിമ പ്രദർശിപ്പിച്ചതാണ് ഒരുപക്ഷെ പ്രോജക്റ്റ് ചെയ്ത സിനിമയുടെ ആദ്യത്തെ അവതരണം. ഡിസംബർ 28 40ഓളം വരുന്ന സന്ദർശകരും ആലീസ് ഗി ബ്ലാഷെ, ജോർജ് മെലീസ് തുടങ്ങി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമായി നടത്തിയ പൊതുപ്രദർശനം അവരുടെ രണ്ടാമത്തെ പബ്ലിക് സ്ക്രീനിങ്, എന്നാൽ ആദ്യത്തെ കമേഴ്ഷ്യൽ സ്ക്രീനിങ് ആണ്. ഇത് സിനിമയുടെ പിറവിയായി കണക്കാക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞ തീവണ്ടി കഥ ഈ ആദ്യ പ്രദർശനത്തിലാണ് നടന്നതെന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ടാവണം. പക്ഷേ അത് തെറ്റാണ്. അത് നടന്നത് അതിനടുത്ത വർഷത്തെ ഒരു സ്ക്രീനിങ്ങിലാണ്. ആദ്യമൊക്കെ നാടകമോ മാജിക് ഷോയോ ഒക്കെ നടക്കുമ്പോൾ അതിനിടയിൽ ഇൻ്റർവെല്ലിനോ മറ്റോ ആണ് ഈ കൊച്ചു സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയടക്കം പലയിടത്തും സിനിമാ നിർമ്മാണം ആരംഭിക്കുവാൻ ലൂമിയ ബ്രദേഴ്സിൻ്റെ സിനിമാറ്റോഗ്രാഫിയുടെ കണ്ടുപിടുത്തവും അതുപയോഗിച്ച് ഷൂട്ട് ചെയ്ത സിനിമകളുടെ പ്രദർശനങ്ങളും കാര്യമായിട്ടുണ്ട്. ലോകമൊട്ടുക്കും ആദ്യത്തെ സിനിമാ പ്രദർശനങ്ങൾ നടത്തിയത് ലൂമിയ ബ്രദേഴ്സ് തന്നെയാണ്. 1895 പാരീസ് പ്രദർശനത്തിന് ശേഷം 1896 അമേരിക്കയിലെ ന്യൂയോർക്കിലും അതേ വർഷം തന്നെ ഇംഗ്ലണ്ടിലും ഇന്ത്യയിൽ ബോംബെയിൽ അവർ ആദ്യത്തെ സിനിമാ പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തുമായി നടന്ന ഓരോ പ്രദർശനവും ദേശ ഭാഷ ഭേദമന്യേ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. നിശബ്ദ സിനിമകളായിരുന്നുകൊണ്ട് പ്രത്യേകം ഭാഷ ഒരു പ്രശ്നമാവുന്നില്ല. ഒരു ജീവിതമാർഗമായ ഒരു തൊഴിലായി സിനിമയെ സ്വീകരിക്കാൻ കഴിയുമെന്ന് അന്നത്തെ വിനോദ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ കലാകാരന്മാർക്ക് തോന്നാൻ തുടങ്ങുന്നു. വൈകാതെ അവിടങ്ങളിലൊക്കെ സിനിമാ നിർമ്മാണവും ആരംഭിക്കുന്നു. ലൂമിയ ബ്രദേഴ്സ് അവരുടെ സിനിമാറ്റോഗ്രാഫിയുടെ പുതിയൊരു കലയും വിനോദവും ആവിഷ്കരിച്ചു എന്നതാണ് സത്യം. മാത്രമല്ല അത് ലോകമൊട്ടുക്കുള്ള ജനജീവിതത്തെയും സംസ്കാരത്തെയും സമൂലമായി സ്വാധീനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാവുന്നില്ല. സിനിമയ്ക്ക് ആദ്യമായി രാത്രി ഷോ കണ്ടുപിടിച്ചതും ലൂമിയ ബ്രദേഴ്സ് തന്നെയാണ്. സിനിമ പോസ്റ്ററിൻ്റെ ഉപയോഗത്തിനും അവർ തന്നെയാണ് തുടക്കമിട്ടത്. പാരീസിലെ ബെല്ലെ എപ്പോക്കിലെ പോസ്റ്ററുകൾ അവരുടെ പരസ്യത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയായിരുന്നു. അവരുടെ പ്രാരംഭ പ്രദർശനത്തിന് ശേഷം ലൂമിയർ സിനിമാറ്റോഗ്രാഫിൻ്റെ ഭാവി പ്രദർശനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ ലിത്തോഗ്രാഫർ ഹെൻറി ബ്രിസ്പോർട്ടുമായി ബന്ധപ്പെട്ടു. ആദ്യത്തെ സ്ക്രീനിങ്ങുകളിൽ കുറച്ച് ആളുകൾ മാത്രമേ വന്നിരുന്നുള്ളൂ. എന്നാൽ പരസ്യം ചെയ്ത് പ്രചരിപ്പിച്ചതിന് ശേഷം 100 കണക്കിന് ആളുകളെ ആകർഷിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. ലൂമിയ ബ്രദേഴ്സ് എടുത്ത ഫ്രഞ്ച് ഫോട്ടോഗ്രാഫിക് സൊസൈറ്റിയുടെ ഫുട്ടേജ് ആദ്യത്തെ ന്യൂസ് റീലായി അടയാളപ്പെടുത്താവുന്നതാണ്. ഫ്രാൻസിലെ ലിയോൺ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ചിത്രം ലോകത്തിലെ ആദ്യത്തെ ഡോക്യുമെൻ്ററിയുടെ വിഷയമായി എന്നും കരുതാം. ഇതൊക്കെ ലൂമിയ ബ്രദേഴ്സിൻ്റെ നേട്ടങ്ങളാണ്. സിനിമയ്ക്ക് സിനിമ എന്ന് പേര് വന്നതും ലൂമിയ ബ്രദേഴ്സിൻ്റെ കണ്ടുപിടുത്തമായ സിനിമാറ്റോഗ്രാഫിൽ നിന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്റ്റാൻഫോർഡും മൈബ്രിഡ്ജും എഡിസണുമൊക്കെ മുന്നിലുണ്ടായിരുന്നെങ്കിലും ലൂമിയ ബ്രദേഴ്സ് സിനിമയുടെ പിതാക്കന്മാരായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത്. അവരങ്ങനെ അറിയപ്പെടുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ ചലിക്കുന്ന സിനിമ ഭാവിയിൽ ഒരു വിനോദ മാധ്യമം എന്ന നിലയിൽ വളർന്ന് വികസിക്കാൻ സാധ്യതയുള്ളൊരു കലയാണെന്ന് അവർക്ക് തോന്നിയിരുന്നില്ല. അത് അത്ഭുതമാണ്. അന്നൊരു ക്യാമറ വേണമെന്ന് ആവശ്യമായി എത്തിയ ജോർജ് മെലീസിന് അവർ ക്യാമറ നൽകിയിട്ടില്ല. പക്ഷേ അവരുടെ ആദ്യ ചിത്രങ്ങൾ കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ടവർ അനവധിയാണ്. ഒട്ടേറെ പേർ ചലനചിത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും അതൊരു വലിയ വ്യവസായമായി മാറുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇന്ന് സിനിമയാണ് ഏറ്റവും ജനായത്തമായ പോപ്പുലറായ വിനോദ മാധ്യമമെന്ന് സംശയലേശമെന്നെ തെളിഞ്ഞിരിക്കുകയുമാണ്. ഇതിനൊക്കെ പുറമെ ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാതിരുന്നാൽ ശരിയാവില്ല. ഈ പറഞ്ഞതൊന്നുമല്ല ആദ്യത്തെ സിനിമ. 1888 ലൂയിസ് ലീ പ്രിൻറ്റ് ചെയ്ത 2 സെക്കൻഡ് ദൈർഘ്യമുള്ള
റൗണ്ട് ഹേ ഗാർഡൻ സീൻ 1 എന്നൊരു സിനിമയുണ്ട്. അതാണ് ആദ്യത്തെ സിനിമ എന്ന അവകാശവാദവുമുണ്ട്. ഇംഗ്ലണ്ടിലെ ലീഡ്സിലുള്ള സ്വന്തം ഗാർഡനിൽ വെച്ചാണ് തൻ്റെ ബന്ധുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ചിത്രം അദ്ദേഹം ഷൂട്ട് ചെയ്ത്. പക്ഷേ നിർഭാഗ്യവശാൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ലൂയിസ് ലീ പ്രിൻസ് മരിച്ചു പോയത് കൊണ്ടാണ് ഈ ചിത്രത്തെക്കുറിച്ച് ലോകം അറിയപ്പെടാതെ പോയത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ചിത്രം പിന്നീട് കണ്ടെത്തുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ലൂമിയ ബ്രദേഴ്സിനെ പറ്റിയാണ്. അവരുടെ ആദ്യത്തെ ഫിലിം ഷോ കണ്ട് ഉടനെ സിനിമാ നിർമ്മാണം തുടങ്ങിയവർ പ്രധാനമായും 2 പേരാണ്. ഒന്ന് ആലീസ് ഗീ ബ്ലാഷെ, 2 ജോർജ് മെലിയസ്. ലോകത്തെ ആദ്യത്തെ സിനിമാ സംവിധായകയായ ആലീസ് ഗീ ബ്ലാഷയെ ദ മദർ ഓഫ് സിനിമ എന്ന് വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട്. അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നതിന് മുമ്പ് തന്നെ 1000 സിനിമകൾ സംവിധാനം ചെയ്ത സ്ത്രീയാണ് ആലീസ് ഗീ ബ്ലാഷെ. അത്ഭുതത്തോടെ അല്ലാതെ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയാൻ കഴിയുകയില്ല. അടുത്ത വീഡിയോ പ്രതിഭാശാലിയായ അവരെക്കുറിച്ചാണ്. അവർ സംവിധാനം ചെയ്ത മനോഹരമായ സിനിമകളെക്കുറിച്ചാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു സിനിമാ പ്രേമികൾക്ക് ഷെയറും ചെയ്യണം. നന്ദി. അപ്പോൾ വീണ്ടും കാണാം. ബായ്.